ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഫ്ലിപ്കാർട്ട് ഹോളായിട്ടാണ് വന്നിട്ടുള്ളത്. വേറെ ഒന്നുമല്ല, ഒരു കുർത്ത സെറ്റിന്റെ ഫ്ലിപ്കാർട്ട് ഹോളാണ്. എല്ലാം ഉള്ളത് ഒരു 500 റുപ്പീസിൻ്റെ വിലയുള്ളതാണ്. അപ്പോൾ വീഡിയോയ്ക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നീട് എനിക്ക് പറയാനുള്ളത്, ഇത്രയും ദിവസം നമ്മളെ വീഡിയോ കുറച്ച് ഡിലേ ആയിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, എനിക്ക് പനി, ജലദോഷം, മക്കൾക്ക് വയ്യായിക, ഒരു കുറേ കാര്യങ്ങളായിട്ട് കുറച്ചൊന്ന് ഡിലേ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. ഇനി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് വീട്ടു. നമ്മൾ ഫസ്റ്റ് കുർത്താന്ന് പറയുന്നത് ഈ ഒരു കുർത്ത സെറ്റാണ്. ഒരു വൈറ്റ് ആൻഡ് പിങ്ക് കോമ്പിനേഷനിൽ വരുന്ന ഒരു കോട്ടൺ കുർത്ത സെറ്റാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ നെക്ക് എന്ന് പറയുന്നത് ഒരു കോളർ നെക്കിൽ ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ബട്ടൺ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുള്ള ഒരു കുർത്തയാണ്. ഇതിൻ്റെ സൈഡിൽ സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ടിലും ഒരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ടോപ്പ് വരുന്നത്. ഇനി ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇതുപോലെ ഒരു പാൻറ്റാണ്. ഫ്രണ്ടിൽ ഇങ്ങനെ എലാസ്റ്റിക് ഒഴിവാക്കിയിട്ടുള്ള ഒരു മോഡലും ബാക്കിൽ ഇങ്ങനെ എലാസ്റ്റിക് ആയിട്ടുള്ള ഒരു പാൻറ്റാണ് വരുന്നത്. ഇതൊരു പലാസോ പാൻറ് തന്നെയാണ് വരുന്നത്. അത്യാവശ്യം ലെങ്ത്തും ഉണ്ട്, വിഡ്ത്തും ഉണ്ട് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 300 സംതിങ് ആണ്. പക്ഷെ ഇത് ഇടുന്നവര്, ഇത് മേടിക്കുന്ന താല്പര്യമുള്ള ആളുകൾ ഇതിൻ്റെ ഉള്ളിൽ സ്ലിറ്റ് ഇട്ടാൽ നന്നായിരിക്കും. കാരണം ഭയങ്കര സീത്രൂ ആണ് ഈ ഡ്രസ്സെല്ലാം. അപ്പോൾ ഇതാണ് നമ്മളുടെ രണ്ടാമത്തെ കുർത്ത സെറ്റ് കേട്ടോ. ഇത് ഞാനിത് വോയിസ് ഓവർ കൊടുക്കുന്നതിന് കാരണം ഇതിൻ്റെ വോയിസ് ക്ലിയർ അല്ലാത്തതുകൊണ്ടാട്ടോ. നല്ല ഒരു അടിപൊളിയായിട്ടുള്ള കുർത്ത സെറ്റാണ്. ബ്രൗൺ കളറിലാണ്. ഇതിൻ്റെ ഒരു ബ്ലാക്ക് എൻ്റെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്നു. ഇതിങ്ങനെ വരുന്നത് നെക്കിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു ലൈൻ ആയിട്ടുള്ള വർക്ക്, ഇതിൻ്റെ പാൻറ്റിൻ്റെ വർക്ക് തന്നെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു സ്ലിറ്റ് ഉണ്ട്, ഫ്രണ്ടിൽ അങ്ങനെ ഒരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്. അതേ വർക്ക് തന്നെയാണ്, ഈ ഒരു വർക്ക് തന്നെയാണ് നമ്മുടെ കയ്യിനും കൊടുത്തിട്ടുള്ളത്. കണ്ടോ, കൈയിൻ്റെ ആ ഭാഗത്തുണ്ട് ഒക്കെ 3/4 കൈ കൊടുത്തിട്ടുള്ളത്. ഇതൊരു റയോൺ മെറ്റീരിയലിലുള്ള കുർത്ത സെറ്റാണ് കേട്ടോ. നല്ല ഒരു കുറച്ച് കട്ടി കൂടുതലുള്ള ഒരു തുണി തന്നെയാണ് അത്. അതിന് സീത്രൂ ഒന്നുമല്ല. ഇതാണ് അതിൻ്റെ പലാസോ പാൻറ് വരുന്നത്. നല്ല ആ ലൈൻ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു നല്ല ലുക്ക് തരും. അത് രണ്ടും കൂടി ഇട്ട് വരുമ്പോൾ നല്ല ലുക്കായിട്ടുണ്ട്. ഒരു പലാസോ പാൻറ്റാണ്. നല്ല പലാസോ തന്നെയാണ്. അത്യാവശ്യം നല്ല ഇങ്ങനെ ലൂസായി കിടക്കുന്ന ഒരു പലാസോ തന്നെയാണ്. അപ്പോൾ ഈ ഒരു കുർത്ത സെറ്റാണ് ഈ കൂട്ടത്തിൽ കുറച്ച് റേറ്റ് കൂടുതലുള്ളത്. 401 ആണ് ഇതിൻ്റെ റേറ്റ് എന്നാണ് എൻ്റെ ഓർമ്മയിൽ. ആ റേറ്റ് എന്തോ ആണ് വരുന്നത്. അപ്പൊ നമ്മുടെ അടുത്ത കുർത്ത സെറ്റ് എന്ന് പറയുന്നത്, ഞാൻ ഇട്ടിട്ടില്ല ഈ കുർത്ത സെറ്റ് തന്നെയാണ് കേട്ടോ. ഇതിന്റെ ഈ ഒരു കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതൊരു മജന്ത കളറിലെന്ന് പറയാം, ഡാർക്ക് പിങ്ക് എന്നൊന്നും പറയാൻ പറ്റില്ല. നല്ലൊരു മജന്ത കളറിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ഈ ഒരു അപ്പൊ ഇത് ഒരു ഫ്ലോറൽ പ്രിന്റിൽ വരുന്ന ഒരു കുർത്ത സെറ്റാണ്. ഇതിന്റെ ഈ ഒരു ഫ്ലോറൽ പ്രിന്റിംഗ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ ഇതിന്റെ കൈയൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ഫിറ്റ് ആയിട്ട് നല്ല സൂപ്പർ ആയിട്ട് തോന്നിയ ഒരു കുർത്ത സെറ്റാണ്. എനിക്ക് നല്ല കംഫർട്ടബിൾ ആയി തോന്നി. ഈ കൂട്ടത്തിൽ വന്നതിൽ ഏറ്റവും നന്നായിട്ട് എനിക്ക് തോന്നി. എന്റെ പലാസോ ആണെങ്കിലൊക്കെ സൂപ്പറാണ്, ഒന്നും പറയാനില്ല. ഇനി ഇത് അലക്കുമ്പോൾ കളർ പോകുന്നത് ഞാൻ ഇട്ട് യൂസ് ചെയ്തിട്ട് വേണേൽ നിങ്ങൾക്ക് റിവ്യൂ ആയിട്ട് ഇടാട്ടോ വീഡിയോയില്. അപ്പൊ നമുക്ക് അടുത്ത കുർത്ത സെറ്റിലേക്ക് കിടക്കാം. അപ്പൊ അടുത്ത കുർത്ത സെറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഒരു വൈറ്റ് കുർത്ത സെറ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി വൈറ്റ് കുർത്ത സെറ്റ്. അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തതാണ്. പക്ഷെ വന്നപ്പോ എനിക്ക് അത്ര ഇഷ്ടമായില്ല കേട്ടോ. കാര്യമായിട്ട് പറഞ്ഞേ പറയണല്ലോ, എനിക്ക് വലിയ ഇഷ്ടമായിട്ടില്ല. ഇതിന്റെ ഇങ്ങനെ വരുന്നത് ഇങ്ങനെ ഒരു യോക്ക് പോർഷൻ വരെ ഇങ്ങനെ ഒരു വർക്കാണ് വരുന്നത്. ഇതൊരു സീക്വൻസ് വർക്ക് അല്ല, ഇത് ത്രെഡ് വർക്കാണ് കേട്ടോ. സീക്വൻസ് വർക്ക് അല്ല, ത്രെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇതേ ഒരു ഫോമിൽ തന്നെ ഇതിന്റെ കയ്യിലും അതേ വർക്കാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ പലാസോ അല്ല, അത് സാധാരണ പാന്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ എനിക്ക് ഇതിന്റെ പാന്റിന്റെ ഫിറ്റിങ്ങും ഇഷ്ടപ്പെട്ടില്ല. ഈ കുർത്തയും എനിക്ക് വല്ലാണ്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ഇത് കുറച്ച് ലെങ്ത് കുറവാണ്. എനിക്ക് എപ്പോഴും കുറച്ച് ലെങ്ത് കൂടുതലുള്ള കുർത്താസാണ് ഇഷ്ടം. കാരണം ഞാൻ ഹൈറ്റ് കുറച്ച് കുറവാണ്. അപ്പൊ എനിക്ക് എപ്പോഴും ഇഷ്ടം കുറച്ച് ഹൈറ്റ് തോന്നിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ കുർത്ത അടുപ്പിക്കുകയാണെങ്കിലും അല്ല നമ്മൾ മേടിക്കുകയാണെങ്കിലും നല്ല ലെങ്ത് ഉള്ള കുർത്താസ് മേടിക്കുക. അപ്പൊ കുറച്ചുകൂടി ഹൈറ്റ് ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നമുക്ക് കുറച്ച് ഹൈറ്റ് തോന്നിക്കണം എന്നുണ്ടെങ്കിൽ
ഇതുപോലെ കുറച്ച് ലെങ്ത്തിൽ അങ്ങോട്ട് കുർത്താരിപ്പിച്ചിട്ടാൽ മതി. അല്ലാണ്ട് നമുക്ക് ഹൈറ്റ് കൂട്ടാൻ വേറെ ഒരു മാർഗവും ഞാൻ കണ്ടില്ല കേട്ടോ. അപ്പൊ ഇതാണ്, ഇതും 300 ആൻഡ് സംതിങ് ആണ് വരുന്നത്. എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെടാത്ത ഒരു കുർത്തയൊന്നും വന്നതില്. എന്നാലും ഓക്കെ, എന്റെ അടുത്തൊരു വൈറ്റ് കുർത്ത എനിക്കില്ല, കുർത്ത സെറ്റ് ഒന്നും ഇല്ല, അപ്പൊ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഒന്ന് ഇരുന്നോട്ടെ. കുർത്ത സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളി കുർത്ത സെറ്റ് ആണ്. നല്ല കോമ്പിനേഷൻ ആയിരുന്നു ഇതിന്റെ കളർ കോമ്പിനേഷൻ. അങ്ങനെ കണ്ടിട്ട് ഞാൻ മേടിച്ചതാണ്. പക്ഷേ ഫോട്ടോയിൽ കാണുമ്പോൾ ഈ ഗ്രീൻ ആണ് കൂടുതലായി നിന്നിരുന്നത്. സാധനം വന്നപ്പോൾ വൈറ്റ് ആണ് മുന്നിൽ നിൽക്കുന്നത്. അത് എന്താണെന്ന് എനിക്കറിയില്ല, അവർക്ക് മാറിപ്പോയതാണെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ കുർത്ത സെറ്റ് വന്നത്. ഇത് നല്ല ലെങ്ത് ആയിട്ടുള്ള ഒരു കുർത്ത സെറ്റ്, സ്ട്രൈപ്പ് കുർത്തയാണ്. ഇതിന് നെക്കിൽ ഇങ്ങനെ ഒരു സ്ലിറ്റും അതിന്റെ ഒരു ബട്ടണും കൊടുത്തിട്ടുണ്ട്. അതാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത്. പിന്നെ കയ്യിൽ ഇതുപോലെ ഒരു ഗ്രീൻ പട്ട കൊടുത്തിട്ടുണ്ട്, 2 സൈഡിലുണ്ട്. പിന്നെ നല്ല ലെങ്ത് ആണ്. ഇതിന്റെ ഒരു പ്രിന്റിങ്ങും ഭയങ്കര നന്നായിട്ടുണ്ട്. വൈറ്റിൽ ഇങ്ങനെ ഒരു ഫ്ലോറൽ പ്രിന്റിങ് കൊടുത്തപ്പോൾ സൂപ്പർ ആയിട്ടുണ്ട് ഇത് കേട്ടോ. പിന്നെ ഇതിന്റെ പാന്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ അതാണ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത കാര്യം. കാരണം ഇതിന്റെ പാന്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പലാസോ പാന്റ് ആയിട്ടാണ് കൊടുത്തെങ്കിൽ കൂടെ ഇത് നമ്മുടെ കൈസിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് കേറുന്നില്ല. എനിക്ക് മീഷോന്ന് മേടിക്കുമ്പോൾ അങ്ങനെ പറ്റാറുണ്ട് ചില കുർത്താ സെറ്റിനൊക്കെ. അപ്പൊ അതുപോലെ ഒരു അബദ്ധം പറ്റിയതാണിത് എന്ന് തോന്നുന്നു. ചിലപ്പോ ഒരു സൈസ് അപ്പുറം എടുത്തു കഴിഞ്ഞാല് നമുക്ക് ഇത് പാകാവായിരിക്കും. പക്ഷെ അപ്പൊ നമുക്ക് ടോപ്പ് നമ്മൾ ഒരുപാട് ആൾട്ടർ ചെയ്യേണ്ടി വരും. എന്നാലും വേണ്ട, ഞാൻ ഇത് എക്സ്ചേഞ്ച് ചെയ്യാൻ പോവാണ്. കാരണം എനിക്ക് ഇത് കൈസിന്റെ അവിടെ നിന്ന് കയറാൻ കുറച്ചൊരു പണിയുണ്ട്. അപ്പൊ നമ്മൾ 2 വട്ടം ഇടുമ്പോഴേക്കും ഇതിന്റെ സ്റ്റിച്ചൊക്കെ പൊട്ടാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇതിന് ലാർജിലേക്ക് ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യാൻ പോവാണ്. Otherwise, it was a good kurta set. I like it very much. സൂപ്പർ ആണെന്ന് പറയാം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിന്റെ ഒരു കോമ്പിനേഷൻ കേട്ടോ. പക്ഷെ ഇതിന്റെ സൈസാണ് എനിക്ക് കുറച്ചൊരു കംഫർട്ടബിൾ അല്ലാതെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാനത് എക്സ്ചേഞ്ച് ചെയ്യാൻ പോവാണ്. അതർവൈസ് ഇതൊരു വിസ്കോസ് റയോൺ മെറ്റീരിയൽ ആണ് കേട്ടോ. അതും വേണം പറയാൻ. ഇതൊരു വിസ്കോസ് റയോൺ മെറ്റീരിയലിലുള്ള കുർത്താ സെറ്റ് ആണ്, കോട്ടൺ അല്ല. ഇതിന് മുമ്പ് കാണിച്ച വൈറ്റ് ഒരു കോട്ടൺ കുർത്താ സെറ്റ് ആയിരുന്നു. ഇത് വരുന്നത് ഒരു വിസ്കോസ് റയോൺ മെറ്റീരിയൽ ആണ് കേട്ടോ. പിന്നെ ഇനി അടുത്തതെന്ന് പറഞ്ഞാല് എനിക്ക് എങ്ങനെ അബദ്ധം പറ്റിയതെന്ന് എനിക്ക് അറിയില്ല. വന്നപ്പോ ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. കാരണം ഞാൻ ഓർഡർ ചെയ്തത് ഒരു കുർത്താ സെറ്റുകളുടെ ഫുൾ കുർത്താ സെറ്റുകൾ ഓർഡർ ചെയ്തതിൽ ഇതെങ്ങനെ വന്നു എന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. ഇത് ഒരു കുർത്ത മാത്രം വന്നു. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചത് മിസ്സായി പോയതാണോ ഇതിന്റെ പാന്റിന്. പിന്നെ ഞാൻ ഒന്നും കൂടെ റീചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഞാൻ തെറ്റിട്ട് ഓർഡർ കൊടുത്തതാണ് കേട്ടോ. അപ്പൊ ഇത് കുർത്ത വന്നിട്ടുണ്ട്. ഇതാ ഒരു ബ്ലാക്ക് കുർത്ത വിത്ത് ഫ്ലോറൽ പ്രിന്റിങ്. ഇറ്റ്സ് വാസ് അത് സൂപ്പർ എന്ന് പറയാം. ഇതിന്റെ കയ്യിൽ ഇതാ ഇങ്ങനെ അതേ പ്രിന്റ് കൊടുത്തിട്ടുണ്ട്. ആ നെക്ക് പോർഷനിൽ കോട്ടാപ്പട്ടി വർക്ക് പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ സൈഡിലൊക്കെ അതേ വർക്ക് കൊടുത്തിട്ടുണ്ട്. മെറ്റീരിയൽ കുറച്ച് കനം കൂടുതലായി തോന്നുന്നുണ്ട്. വിസ്കോസ് റയോൺ തന്നെയാണെങ്കിൽ കൂടി സീത്രൂ അല്ല, കുറച്ച് കട്ടിയുണ്ട് കേട്ടോ. നമ്മള് സ്ലിപ്പ് ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നല്ല ഒരു കുർത്ത സെറ്റാണ് കേട്ടോ. ഇത് ഞാനും എൻ്റെ കയ്യിലുള്ളൊരു വൈറ്റ് പലാസോന്റെ കൂടെ പെയർ ചെയ്തപ്പോൾ എന്തൊരു ഭംഗി. ഞാൻ പെയർ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. അബദ്ധത്തിൽ പറ്റിയതാണെങ്കിലും നന്നായി ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ ഇത് ഓർഡർ ചെയ്ത മീഡിയം സൈസ് ആണെങ്കിലും എനിക്ക് കുറച്ച് ടൈറ്റ്. അപ്പൊ ഇതും എനിക്ക് എക്സ്ചേഞ്ച് ചെയ്തിട്ട് ലാർജിലേക്ക് മാറ്റേണ്ട ആവശ്യമുണ്ട്. ഈ 2 സൈസ് മാത്രമേ ഉള്ളൂ. സൈസ് വൈസ് എനിക്ക് കുറച്ച് കംഫർട്ടബിൾ അല്ലാത്തത് ആ ഒരു വൈറ്റ് കുർത്താ സെറ്റും കാണിച്ചില്ല. അതും കുറച്ചൊരു ടൈറ്റ് ആണ്. മീഡിയം സൈസ് ആണ് ഞാൻ ഓർഡർ ചെയ്തത്. ഇനി അങ്ങനത്തെ കുർത്താ സെറ്റ് മേടിക്കാൻ ആഗ്രഹിക്കുന്നവര് ഒരു സൈസ് അപ്പറായിട്ട് എപ്പോഴും എടുക്കുക. അതാണ് ഏറ്റവും ബെറ്റർ. നമുക്കൊന്ന് ആൾട്ടർ ചെയ്താലും കുഴപ്പമില്ല. അപ്പൊ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ വീഡിയോ. അപ്പൊ ഈ ഒരു 5 കുർത്താ സെറ്റും എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. 5 അല്ല, 4 ഉള്ളൂ. ഒരു കുർത്ത മാത്രമാണ്. ബാക്കി 4 കുർത്താ സെറ്റും ഈ ഒരു കുർത്തയും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതിന് മുമ്പുള്ള എന്റെ മീഷോന്നുള്ള ഒരു ഡ്രസ്സിന്റെ വീഡിയോ ഭയങ്കരമായിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദി. അതുപോലെ ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് പേര് നമ്മുടെ ചാനലിലെ വീഡിയോസ് കാണുന്നുണ്ട്, പക്ഷെ അതിനെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. പ്ലീസ് സബ്സ്ക്രൈബ്. നമ്മൾ ഇത്രയും വീഡിയോസ് ഇടുന്നതല്ലായിരുന്നു. പ്ലീസ് സബ്സ്ക്രൈബ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനലില്. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ, ബൈ ബൈ.